ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സെ, അൽമായ സുഹൃത്തുക്കളെ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ് ഫെബ്രുവരി മാസം 2-ാം തീയതി 2025 സീറോ മലബാർ സഭയിലുള്ള എല്ലാ ദേവാലയങ്ങൾ വായിക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് AD 95 എഫേസുസിൽ വെച്ചാണ്. മറ്റു പല സുവിശേഷങ്ങളിലും ഇല്ലാത്ത പല ഭാഗങ്ങളുമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് വ്യക്തി സംഭാഷണങ്ങൾ അഥവാ ഇൻഡിവിഡ്വൽ ഡയലോഗ്സ്. ഈ ഇൻഡിവിഡ്വൽ ഡയലോഗ്സ് ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് യോഹന്നാൻ സുവിശേഷകൻ ഈ സുവിശേഷം വിരചിക്കുന്നത്. ഈ ഇൻഡിവിഡ്വൽ ഡയലോഗ്സിലെ ആദ്യത്തേതാണ് യേശുവും നിക്കോദേമുസും തമ്മിലുള്ള വ്യക്തി സംഭാഷണങ്ങൾ. ഈ വ്യക്തി സംഭാഷണത്തിന്റെ ചില പ്രത്യേകതകള്: ഒന്ന്, ഒരു സമയമുണ്ടാകും. നിക്കോദേമുസുമായിട്ടുള്ള സംസാരത്തിൽ നമ്മൾ കാണുന്നത് ഒരു രാത്രിയിലാണ്. രാത്രിയിൽ നിക്കോദേമുസ് കടന്നു ചെല്ലുകയാണ്, ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്തു ചെയ്യണം? അതാണ് ചോദിക്കുന്നത്. യേശു നിക്കോദേമുസിനോട് പറയുകയാണ്, നീ വീണ്ടും ജനിക്കണം. ഫരിസേയനായ നിക്കോദേമുസ്, സൻഹെദ്രിൻ സംഘത്തിലെ ആളായ നിക്കോദേമുസിന് വീണ്ടും ജനിക്കണം എന്ന് പറയുന്ന, റീബോൺ എന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല. ആ അവസരത്തിൽ യേശു പറയുകയാണ്, നീ ജലത്താലും ആത്മാവിനാലുമുള്ള ജനനം നിനക്ക് നടക്കണം. യോഹന്നാൻ ശ്ലീഹ ഈ സുവിശേഷം വിരചിക്കുമ്പോൾ ക്രൈസ്തവ സഭ എല്ലായിടത്തും വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അന്ന് ക്രൈസ്തവ സഭയിലേക്ക് ചേർക്കുന്നത് മാമോദീസ മുക്കിക്കൊണ്ടാണ്, മാമോദീസ നൽകിക്കൊണ്ടാണ്. നമുക്കറിയാം, സ്നാപക യോഹന്നാൻ എസ്എൻ സന്യാസ സമൂഹത്തിലെ അംഗമായിരുന്നു എന്ന്. നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. ആ വ്യക്തി സംഭാഷണത്തില് നിക്കോദേമുസ് സംസാരം ആരംഭിക്കുന്നു. എന്നാൽ പിന്നീട് വരുന്നത് യേശുവിന്റെ സംഭാഷണമാണ്. ഈ സംഭാഷണത്തിന്റെ അവസാനം യേശുവിന്റെ ശിഷ്യനായോ നിക്കോദേമുസ് എന്ന് നമുക്കറിയാൻ പാടില്ല. വേറൊരു വിശദീകരണമുള്ളത്, നിക്കോദേമുസ് യേശുവിന്റെ രഹസ്യ ശിഷ്യനായിരുന്നു. രഹസ്യ ശിഷ്യനായ ഈ നിക്കോദേമുസിനോട് ഈശോ പറയുന്ന വചനമാണ് നമ്മൾ വായിക്കുന്നത് 3-ാം അധ്യായത്തില് 14 മുതൽ 21 വരെയുള്ള വചനങ്ങളില്. അവിടെ നിക്കോദേമുസിനോട് പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു സംസാരം ആരംഭിക്കുന്നത്. ആ കാര്യം മനസ്സിലാക്കണമെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന വചനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. Moses lifted up the serpent in the wilderness, so the Son of Man must be lifted up. രണ്ട് കാര്യങ്ങൾ ഇവിടെ സംയോജിപ്പിക്കുകയാണ്. ഒന്ന്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മിശിഹായാകുന്ന യേശുവാകുന്ന ഈ മനുഷ്യപുത്രൻ, സൺ ഓഫ് മാൻ, ഈ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഇത് വായിക്കുന്ന ആളുകൾക്കെല്ലാം ആ കാലഘട്ടങ്ങളിൽ വളരെ വ്യക്തമായിട്ട് അറിയാം മോശ എങ്ങനെയാണ് സർപ്പത്തെ ഉയർത്തിയത് എന്ന്. നിയമാവർത്തന പുസ്തകത്തിലെ 34-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട് 1-ാമത്തെ വചനം. അനന്തരം മോശ മോവാബ് സമതലത്തിൽ നിന്ന് ജെറിക്കോയുടെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന നെബോ മലയിലെ പീസ്ഗായുടെ മുകളിൽ കയറി. കർത്താവ് അവന് എല്ലാ പ്രദേശങ്ങളും കാണിച്ചു കൊടുത്ത്
വേഗിലയാത് മുതൽ ദാൻ വരെയുള്ള പ്രദേശങ്ങളും. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് മോശയാണ് രക്ഷിച്ചു കൊണ്ടുവരുന്നത്. പക്ഷെ ഈ മോശയ്ക്ക് കാനാൻ പ്രദേശത്ത് കയറി പറ്റുവാനായിട്ട് സാധിച്ചില്ല. അന്ത്യനാളുകളില് മോശ ചെയ്തത് ആ കാനാൻ പ്രദേശം കാണാൻ മാത്രമേ സാധിച്ചുള്ളൂ. അതാണ് നിയമാവർത്തന പുസ്തകം 34-ാം അധ്യായത്തിലോ 1-ാമത്തെ വചനം പറയുന്നത്. സ്നേഹമുള്ളവരെ, കുറെ നാളുകൾക്ക് മുമ്പ് വിശുദ്ധ നാട് കാണുവാനായിട്ട് പോയി. യോർദാനില് പ്ലെയിൻ ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത്. രാവിലെ ഗൈഡ് പറഞ്ഞു നമ്മൾ മൗണ്ട് നിബോയിലേക്ക് പോവുകയാണ്. അപ്പോഴെന്റെ ഓർമ്മ, മോശ മരിച്ച സ്ഥലമാണല്ലോ മൗണ്ട് നിബോ. അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. മനോഹരമായ ഒരു സ്ഥലം. ജോൺ പോൾ മാർപ്പാപ്പ ചെന്നിറങ്ങിയ സ്ഥലമാണത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് കല്ലുകൊണ്ട് തീർത്ത വലിയൊരു സ്മാരകം അവിടെയുണ്ട്. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ജോൺ പോൾ മാർപ്പാപ്പ വിസിറ്റ് ചെയ്തു എന്ന്. അങ്ങനെ മനോഹരമായ പച്ചപ്പാർന്ന ആ സ്ഥലത്തുകൂടി നടന്ന് ഞങ്ങൾ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാര്യം, മൗണ്ട് നിബോയുടെ മുകളില് ഒരു കുരിശാകൃതിയിലുള്ള ഒരു സംഗതി വെച്ചിട്ടുണ്ട്. അതിലെ ഒരു പാമ്പ് ഇങ്ങനെ ചുറ്റിക്കേറിയിരിക്കുകയാണ്. അപ്പൊ അതാണ് അവിടെ നിന്നാണ് മോശ നോക്കി കണ്ടത് എന്നാണ് പറയുന്നത്. കാനാൻ പ്രദേശം മുഴുവനും ഇസ്രായേൽ ജനത പാപത്തിലേക്ക് പോയി, കാളക്കുട്ടികളെ ആരാധിക്കാൻ പോയി. ഈ ആരാധനയുടെ ഫലമായിട്ട് മോശ കോപിഷ്ഠനായിട്ട് തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഇവര് ഈ കാളക്കുട്ടിയെ ആരാധിക്കുന്നതാണ്. കൽപ്പലകളെല്ലാം വലിച്ചെറിഞ്ഞു. അവിടെ ഇസ്രായേൽ ജനതയോട് പറയുകയാണ്, മോശ രക്ഷിച്ചു കൊണ്ടുവരുന്നവരോട് പറയുകയാണ്, അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ ഈ സർപ്പത്തെ നോക്കുന്നവരെ രക്ഷ പ്രാപിക്കും, സർപ്പത്തിന്റെ ദംശനമേക്കാതെ രക്ഷപ്പെടും. അതാണ് അവിടെ പറയുന്നത്. രണ്ടാമത്തെ മോശ എന്നറിയപ്പെടുന്ന യേശുനാഥൻ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്തതെന്ന് നമുക്കൊക്കെ അറിയാം. പെസഹ രാത്രിയിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, കുടിക്കുവിൻ. അതിനുശേഷം ഗെത്സമൻ തോട്ടത്തിലേക്ക് പോവുകയാണ്. ഗെത്സമൻ തോട്ടത്തിൽ യൂദാസ് വന്ന് ഒറ്റിക്കൊടുക്കുകയാണ്. പിന്നീടുണ്ടാകുന്ന കഠിനമായ പീഡനകള് അവിടെ നമ്മൾ കാണുന്നുണ്ട്. അവസാനം യേശു കുരിശിൻ ചുമന്ന് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പോയി ആ ഗാഗുൽത്താ മലയുടെ പെരുമാറില് 3 ആണികളാൽ ബന്ധിതനായിട്ട് യേശുനാഥൻ കിടക്കുകയാണ്. ആ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു അർപ്പിച്ച കുരിശിലെ ബലി, എന്റെ പ്രിയമുള്ളവരെ, ഇത് നമുക്ക് വേണ്ടിയാണ്. ഇസ്രായേൽ ജനത ആ സർപ്പത്തിലേക്ക് നോക്കിയപ്പോൾ അനുതാപത്തോടെ മോശ ഉയർത്തിയ ആ രൂപത്തിലേക്ക് നോക്കിയപ്പോൾ, സർപ്പം എന്ന് പറയാൻ പാടില്ല, അവിടെ മോശ ഉയർത്തിയ കാര്യത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി. ഇസ്രായേൽ ജനതയെ രക്ഷിച്ചു എന്നാണ് കാണുന്നത്. പിന്നീട് നമ്മൾ കാണുക, യേശുനാഥൻ ഗാഗുൽത്താ മലയിലേക്ക് കുരിശൻ ചുമന്നുകൊണ്ടാ പോകുന്നത്. ആരുമില്ല സഹായിക്കാൻ. ഈ ജനത്തെ വഹിച്ചുകൊണ്ട് 40 വർഷം കാലം മോശ അവിടെ നടന്നെങ്കില് ഇവിടെ യേശുനാഥൻ 3 വർഷത്തെ തന്റെ പരസ്യ ജീവിതം കഴിഞ്ഞിട്ട് യേശുനാഥൻ കുരിശേന്തി ഗാഗുൽത്താ മലയിലേക്ക് ചെല്ലുക. അവിടെ 3 ആണികളാൽ ബന്ധിതനായി കിടന്നുകൊണ്ട് യേശു ആ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നീ എന്നോടുകൂടെ പർദീസായിലാണ്, എനിക്ക് ദാഹിക്കുന്നു. ഇതാ നിന്റെ അമ്മ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ആ വചനങ്ങൾ, ആ സപ്തവചനങ്ങള് ആ കുരിശിലേക്ക് നോക്കുന്നവരുടെ ഹൃദയങ്ങളിൽ വന്നടിക്കുകയാണ്. അത് ഈ യോഹന്നാൻ സുവിശേഷകൻ അറിയാം. യേശു മൊഴിഞ്ഞ വചനങ്ങള്, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞത് ഈ യോഹന്നാനോടാണ്. അപ്പൊ അമ്മയെ നമുക്ക് യേശു തരുന്നുണ്ട്. ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ, ആ വചനം. ഇനി നമുക്ക് ആ വചനത്തിലേക്ക് കടക്കാം. മോസസ് ലിഫ്റ്റ് അപ്പ് ദ സർപ്പന്റ് ഇൻ ദ വിൽഡർനെസ്.
വനാന്തരത്തില് ആരുമില്ലാത്ത സ്ഥലത്ത് മലയുടെ മുകളില് സർപ്പത്തെ ഉയർത്തിയെങ്കിൽ പിതാവായ ദൈവത്തിന്റെ അഭിവിഷ്ട പ്രകാരം തന്നെ യേശുനാഥൻ കുരിശിൽ ഉയർത്തപ്പെട്ടു എന്നുള്ള വലിയ ശക്തമായ വചനമാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് വച്ചു നീട്ടുന്നത്. ഈ വചനങ്ങളൊന്നും പഠിക്കാനോ മനസ്സിലാക്കാനോ നമുക്കൊന്നും പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് വേദനയുടെയായ കാര്യം. നമുക്ക് പല കാര്യങ്ങളെ കുറിച്ചുമാണ് ആകുലയും വ്യാകുലയുമായിരിക്കുന്ന മർത്തായെ പോലെ. അവൾ പല കാര്യങ്ങളെ കുറിച്ചും വ്യാകുലതയാണ്. സഭാപിത പുരോഹിതർ പല കാര്യങ്ങളെ കുറിച്ചും വ്യാകുലരാണ്. നിന്റെ വ്യാകുലതയൊക്കെ നോക്കുന്ന അവിടെ അവസാനിപ്പിക്കുക. യേശു പറയുക, നിന്റെ ആകുലതയെല്ലാം അവിടെ അവസാനിപ്പിക്കുക. വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല. അവയെ തീറ്റിപ്പോറ്റുന്ന കർത്താവ് നിങ്ങളെ എത്രയധികം സമൃദ്ധമായി തീറ്റിപ്പോറ്റും. സമൃദ്ധമായി തീറ്റിപ്പോറ്റുന്ന യേശുവിന്റെ ഉദ്ധാനം, യേശുവിന്റെ കുരിശുമരണം നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് യോഹന്നാൻ സുവിശേഷകൻ 3-ാം അധ്യായത്തിൽ 14-ാം വചനത്തിൽ പറയുന്നത്. മോശ lifted up the serpent in the wilderness, though the son of the man must be lifted up. ഇത്രയും ശക്തമായ ഒരു വചനമാണത്. നമ്മുടെ ഹൃദയത്തിൽ ഇത് തിളയ്ക്കുന്നുണ്ടോ? തിളയ്ക്കുന്നില്ല. കാരണം നമ്മളൊന്നും വചനത്തിന് സമർപ്പിതരല്ല. എന്നെ ഒഴിച്ചേർത്തിയിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മൾ എത്ര പേര് ഒരു 3 പ്രാവശ്യമെങ്കിലും സമ്പൂർണ്ണ ബൈബിള് വായിച്ചിട്ടുള്ളവരാണ്? നിയമാവർത്തന പുസ്തകത്തില് അവസാനത്തെ അധ്യായം മോശ ആ മലയുടെ മുകളിലേക്ക് കയറി നിന്നു. അവന് കാണാൻ കഴിഞ്ഞത് കാനാൻ ദേശമാണ്. അവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നല്ല സുന്ദരമായ അന്തരീക്ഷമാണെങ്കിൽ ചാവുകടൽ കാണാം, പലസ്തീൻ കാണാം. ആ സ്ഥലങ്ങളെല്ലാം മനോഹരമാണ്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ വളരെ മനോഹരമായിരുന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ ബൈസന്റൈൻ സഭയുടെ കെട്ടിടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മൊസൈക്കിൻ്റെതായ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവരെങ്ങനെയാണ് ദൈവത്തെ സ്തുതിച്ചിരുന്നത്, പ്രാർത്ഥിച്ചിരുന്നത് എന്നെല്ലാം അവിടെ നമുക്ക് കൃത്യമായിട്ട് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. അത് ഭൂമിയൊക്കെ ആ മണ്ണുകളൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് നോക്കുമ്പോൾ കാണാം. അത് കാണുവാനും കേൾക്കുവാനും അനുഗ്രഹിക്കാനും അവിടെ ബലിയർപ്പിക്കാൻ സാധിച്ച ഒരു പുരോഹിതനാണ് ഞാൻ. മോശയെ അടക്കിയിരിക്കുന്നത് അവിടെയാണ്. കൃത്യമായിട്ട് സ്ഥലം ഇന്നേവരെ ആരും കണ്ടെത്തിയിട്ടില്ല. അവിടെ മൃതശരീരം അവിടെ അടക്കപ്പെട്ടു. മോശ കണ്ട സ്ഥലമായ ആ കാനാൻ ദേശത്ത് ഗാഗുൽത്ത മലയുടെ ആ വിരുമാറിൽ മരിച്ച യേശുവിന്റെ ശരീരം അവിടെ അടക്കി. അവിടെ യേശു ഉദ്ധിതനായി. മോശയ്ക്ക് ചെന്നു പറ്റാൻ പറ്റാത്തിടത്ത് യേശു കടന്നു പറ്റുന്നു. അതാണ് ഇന്ന് നടക്കുന്നത്. എത്രയോ രോഗികളാണ് ഈശോയുടെ വചനം കൊണ്ട് സൗഖ്യപ്പെടുന്നത്. മോശയ്ക്ക് പഴയ നിയമം കൊണ്ട് കടന്നെത്താൻ സാധിക്കാത്ത സ്ഥലങ്ങളില് യേശുവിന്റെ വചനം ഇതാ കടന്നു ചെന്ന് 100 മേനി 60 മേനി 30 മേനി ഫലം പുറപ്പെടുവിക്കുക. ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് സംശീകരിക്കണം. വചനമാണ് നമ്മൾ വളർത്തേണ്ടത്. വചനത്തിൽ വളരുക, പല പ്രാവശ്യം വചനം വായിക്കുക. സഭയുടെ ആരംഭത്തില് ഇത് ആദ്യകാല പിൽഗ്രിമേജ് സെന്റർ ആയിരുന്നു. തീർത്ഥാടന സ്ഥലമാണിത്. ഇന്നും വളരെ ശക്തമായ തീർത്ഥാടന കേന്ദ്രമാണത്. മോശ കയറി ചെന്ന സ്ഥലം. ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ചെല്ലുമ്പോൾ പഴയ നിയമമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. ബെത്ലഹേമിലേക്ക് വരുമ്പോൾ പുതിയ നിയമമാണ്. മോശയെ കൊണ്ടുപോയത് ഈ പഴയ സ്ഥലത്ത് നിന്നും, ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ഈ മോശയെ കൊണ്ടുപോയത് പുതിയ നിയമമാകുന്ന യേശു ജനിക്കേണ്ട ബെത്ലഹേം കാണിക്കാനാ. ആ കുരിശുമരണം നടക്കുന്ന സ്ഥലം കാണിക്കാനാ കർത്താവ് നമ്മളെ വചനത്തിലൂടെ കൊണ്ടുപോകുന്നത്. പഴയ നിയമവും പുതിയ നിയമവും നമ്മെ കാണിക്കാനാ. ഞാൻ ഒരു വചനം മാത്രമേ എടുത്തോളൂ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും യേശുവും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ബാക്കിയുള്ള വചനങ്ങൾ നമുക്ക് പിന്നീട് കാണാം. നമ്മൾ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷത്തിലെ നിക്കോദേമോസുമായിട്ടുള്ള വ്യക്തി സംഭാഷണമാണ്. ഇറ്റ് ഈസ് ആൻ ഇൻഡിവിഡ്വൽ ഡയലോഗ്.
ആ ഇൻഡിവിജ്വൽ ഡയലോഗില് നമ്മൾ കാണുന്ന ഒന്നാമത്തേത് ഒരു സംഭാഷണം, അത് രാത്രിയാണ്. സംഭാഷണം ആരംഭിക്കുന്നത് നിക്കോദേമോസ് ആണ്. വീണ്ടും ജനനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ആത്മാവിലും പരിശുദ്ധാത്മാവിലുമുള്ള ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം വളരെ ആഴമായിട്ട് പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുന്ന സുവിശേഷമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ, മനോഹരമായ ഗ്രീക്ക് കവിതയിൽ എഴുതിയ ഈ സുവിശേഷം മനസ്സിലാക്കണമെങ്കിൽ പല ആവർത്തി വായിക്കണം. ഇന്നത്തെ ഈ സുവിശേഷത്തിന്റെ ബാക്കി ഭാഗങ്ങള് നമ്മൾ ഇന്ന് നാളെ കഴിഞ്ഞുമായിട്ട് നമ്മൾ കാണും. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ഞായറാഴ്ച വചനം ശ്രവിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആത്മാവ് വളർന്നു വരട്ടെ. ഞങ്ങൾക്ക് ലഭിച്ച ആത്മാവിനെ ഞങ്ങൾ തന്നെ പുഷ്ടിപ്പെടുത്തട്ടെ. ദൈവമേ, നിക്കോദേമോസിനോട് ഈശോ സംസാരിച്ചതുവഴി മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഗാഗുൽത്തായിൽ സർപ്പത്തെ അല്ലല്ലോ ഗാഗുൽത്താ മലയിൽ ഉയർത്തിയത്. കുരിശ് രക്ഷയുടെ അടയാളമാണല്ലോ, ഉദ്ധിതനായ യേശുവിന്റെ അടയാളമാണല്ലോ. കർത്താവെ, തിരുക്കുരിശ് വണങ്ങാനും യേശുവിന്റെ കുരിശിനെ പുൽകാനും കുരിശിലെ 7 വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അലയടിക്കാനും ഇടയാകണമേ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏറ്റവും സ്നേഹമുള്ളവരെ, ഇത് നിങ്ങൾ വൈദികർക്ക് പറ്റുമെങ്കിൽ അയച്ചു കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ CMI. വചനം വളർത്തുന്നവരാകാം, വചനത്തിൽ ജീവിക്കുന്നവരാകാം. ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്.